കണ്ണൂർ ചാലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലയിലൂടെ മദ്യപിച്ച് വാഹനമോടിച്ചുണ്ടായ അപകടത്തിൽ അത്ഭുതകരമായാണ് ഡ്രൈവർ രക്ഷപ്പെട്ടത്. തലകീഴായി താഴേക്ക് പതിച്ച കാർ നിർമ്മാണം നടക്കുന്ന ഭിത്തിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഒരു എക്സ്ട്രാ ധൈര്യമാണ്. എന്നാൽ അത് വെറും ഒരു തോന്നൽ മാത്രം. കണ്ണൂർ ചാലയിൽ വാഹനം ഓടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. കഴിഞ്ഞ നവംബർ 16-നാണ് മദ്യപിച്ച് കാർ ഓടിച്ച് മലപ്പുറം സ്വദേശി അപകടമുണ്ടാക്കിയത്. കണ്ണൂരിലേക്ക് വരും വഴി ബാറിൽ കയറി ഇയാൾ മദ്യപിച്ചിരുന്നു. കോഴിക്കോട് ഭാഗത്തു നിന്നും കണ്ണൂരേക്ക് വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ചാല ജംഗ്ഷൻ ഏതാണ്ട് 150 മീറ്റർ ഇപ്പുറം ഇതുപോലെ റോഡ് അടച്ചു എന്ന മുന്നറിയിപ്പ് ബോർഡുണ്ട്. വാഹനങ്ങൾ വഴിതിരിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മദ്യലഹരിയിലായിരുന്ന ഡ്രൈവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതുവഴി പോയതാണ് അപകടത്തിനിടയാക്കിയത്. നിരോധിത മേഖലയിലൂടെ പോകുന്നത് വിലക്കിയെങ്കിലും കാർ മുന്നോട്ട് നീങ്ങി. ഒടുവിൽ റോഡിനും അടിപ്പാതയ്ക്കുമിടയിലൂടെ കാർ താഴേക്ക്. നിൽക്കുന്ന ഇടം ദേശീയപാതയ്ക്കായി മണ്ണിട്ടുയർത്തിയ റോഡിന്റെ ഭാഗമാണ്. എന്നാൽ തൊട്ടപ്പുറത്തായി അടിപ്പാതയുണ്ട്. ഇതിനിടയിലുള്ള ഈ വിടവിലേക്കാണ് കാറ് വന്ന് പതിച്ചത്. വണ്ടി പെട്ടെന്ന് ഒച്ചോട്ടം നമ്മൾ ഓടിയതാണ്. ഓടിക്കുമ്പോൾ അതിനോട് ഒരാളിങ്ങനെ നോക്കുന്നു. നമ്മളെ പേടിക്കേണ്ട ഇപ്പം ഇറക്കത്തിലാണ്. അങ്ങനെ ഏണി വെച്ച് കയറി അയാളെ പക്ഷെ ഇറക്കി. കാറ് ക്രെയിൻ ഉപയോഗിച്ചു അപ്പുറം മറിച്ചിട്ടു. വിടവിലെ ഭിത്തിയിൽ കാർ കുടുങ്ങിയതാണ് രക്ഷയായത്. ഫയർഫോഴ്സും പോലീസും എത്തി കാറിൽ നിന്നും ഡ്രൈവറെ പുറത്തെത്തിച്ചു. നോക്കുമ്പോൾ ഞാൻ കിടക്കുന്നു, ഒന്നും രക്ഷയില്ല. അയാൾ ഡ്രൈവർ അതിനകത്തുണ്ട്, സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് യുവാവിനെതിരെ എടക്കാട് പോലീസ് കേസെടുത്തു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് തരത്തിലാണ് അപകടം വരിക. ഒന്ന്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആൾക്ക് അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അയാൾക്ക് വാഹനം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടും അയാൾക്ക് വണ്ടിയിൽ വേണ്ട തരത്തിലുള്ള ആപ്ലിക്കേഷൻ, അത് ബ്രേക്ക് ആയിക്കോട്ടെ, അത് ഡൈവേഷൻ ആയിക്കോട്ടെ, അയാൾക്ക് സിഗ്നൽസ് കൊടുക്കാനൊക്കെ കഴിവ് തീർച്ചയായിട്ടും മദ്യത്തിൻ്റെ ലഹരിയിൽ പറ്റില്ല. അപ്പോൾ അതുപ്രകാരം ആ വാഹനം ഓടിക്കുന്നവർക്ക് തന്നെ അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്, ഇയാൾ വാഹനം ഓടിച്ച് മറ്റൊരു വാഹനം കൊണ്ടുപോയി ഇടിച്ച് മറ്റുള്ളവർക്കും അപകടം വരാനുള്ള സാധ്യത കൂടുതലാണ്. വാഹനം പൂർണ്ണമായും റോഡിലേക്ക് പതിക്കാതിരുന്നതിനാൽ വലിയൊരു അപകടമാണ് ചാലയിൽ ഒഴിവായത്. മദ്യപിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും മരണം സംഭവിക്കുന്നതും പതിവാകുമ്പോൾ നമ്മുടെ നിരത്തുകളിൽ പരിശോധന കുറച്ചുകൂടി ശക്തമാക്കേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും വിനോദ് മൊറാരിക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.